ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രുതിയെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുവാണ്. ബീരാനെ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹം തന്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അഭിനയിച്ചതിന് തന്നെ ചന്ദ്രമതി നല്ല കണക്കിന് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതേസമയം ആദ്യയെ കുറിച്ചുള്ള സത്യങ്ങളും നമ്മുടെ ശ്രുതി ഒന്ന് കല്യാണം കഴിച്ചതാണെന്നുള്ള കാര്യം കൂടി നമ്മുടെ ചന്ദ്രയും വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ അവസ്ഥ എന്തായിരിക്കും, അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രുതിയുടെ കല്യാണം ഒരു തവണ കഴിഞ്ഞതാണ് എന്നും അതിൽ ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് എന്നുള്ള സത്യവും ഇന്ന് തിരിച്ചറിയാൻ വേണ്ടി പോവാണ്. ഓരോരോ കള്ളങ്ങളായിട്ട് പുറത്തു വരുന്ന സമയത്ത് ശ്രുതിക്ക് കോൺഫിഡൻസ് കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, രവിയാണെന്നുണ്ടെങ്കിൽ കുടുംബം തകരരുതെന്ന് കരുതി ശ്രുതിയെ ചെയ്യുന്ന തെറ്റുകളെല്ലാം ക്ഷമിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചന്ദ്രപതിക്കാണെങ്കിൽ ശ്രുതി എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ശ്രുതിയുടെ കയ്യിൽ കുറച്ച് പണം കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രയും ഒതുങ്ങും എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവാണ്. ശ്രുതി കൂടുതൽ തെറ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കുകയും അത് മാത്രമല്ല അവൾക്ക് ഓവർ കോൺഫിഡൻസ് ആകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതിൽ പരം വേറൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളൊരു തോന്നലാണ്. എന്നാൽ ഇത്തവണ ശ്രുതിയെ കുരുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രേവതി തന്നെയാണ്. സച്ചിയില്ല, രേവതിയാണ് ശ്രുതിയെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് കേട്ടോ പുറത്ത്. ഒരു ദീപാവലി നാളാണേ. അന്നേ ദിവസം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അച്ഛമ്മയോടൊപ്പമാണ് ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, അവരുടെ തറവാട്ട് അമ്പലത്തിൽ വെച്ചിട്ടാണ് ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതേസമയം തന്നെ ആ പൂജ ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് ശ്രുതിയുടെ അച്ഛന്റെ ആണ്ട് വരുന്നത്. അന്നേ ദിവസം ശ്രുതി തന്നെ അച്ഛന് വേണ്ടിയിട്ട് ബലിയിടണല്ലോ. അതിനുവേണ്ടി അമ്മയും വിളിക്കുന്നുണ്ട്. ശ്രുതി ആദ്യം പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വന്തം അച്ഛനല്ലേ, അദ്ദേഹം തങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ശ്രുതിയെയും അമ്മയെയും കടത്തിന്റെ മേലെ കടമാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയി ചേർന്നത്. പിന്നീട് ആ കടങ്ങളൊക്കെ വീടാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ ആ ഒരു ക്രൂരമായ പ്രവൃത്തിയിലൂടെയാണ് ശ്രുതി ആ കല്യാണം കഴിക്കേണ്ടി വന്നതും അതിലൊരു കുട്ടി ഉണ്ടായിട്ട് അദ്ദേഹം മരിച്ചുപോയി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം അച്ഛനോട് ഭയങ്കര ദേഷ്യമാണ് ശ്രുതിക്കുള്ളത്. പക്ഷെ അപ്പോഴും എത്രയായാലും ജനിപ്പിച്ച അച്ഛനല്ലേ, അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ട് വർഷത്തിൽ ഒരിക്കല് ഈ ബലികർമ്മം നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സെന്റി അടിക്കുമ്പോ ശരി പറ്റുവാണെങ്കിൽ വരാ എന്ന് പറയണേ. അങ്ങനെ നീ പറയരുത്, എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വിമല ഫോൺ വെക്കുന്നത്. അപ്പോഴേക്കും നാട്ടിലേക്ക് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശ്രുതി പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേസമയം എന്തെങ്കിലും ചെറിയൊരു ഉടായ്പ പറഞ്ഞിട്ട് അവിടുന്ന് തൽക്കാലത്തേക്കൊന്ന് മാറി അച്ഛന്റെ ബലികർമ്മങ്ങളൊക്കെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യാം. എന്നാൽ മറ്റുള്ളവർക്ക് ആർക്കും ഒരു സംശയം തോന്നില്ല. അച്ഛമ്മയുടെ നാട്ടിന്റെ അടുത്ത് ശ്രുതിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷന് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ഒരു 1.5 മണിക്കൂർ നേരത്തേക്കൊന്ന് ജസ്റ്റ് മുങ്ങിയാൽ മതിയല്ലോ എന്നാണ് ശ്രുതി പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ ശ്രുതി ആണെങ്കിൽ 2 കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അച്ഛമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് ഈ ദീപാവലി ആഘോഷിക്കുക, അതേസമയം തന്നെ അവിടുന്ന് അടുത്താണല്ലോ ശ്രുതിയുടെ വീടും, അവിടെ ചെന്നിട്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ ബലികർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന്. അച്ഛമ്മയുടെ വീട്ടിലെത്തുമ്പോഴേക്കും അവിടെയാണെങ്കിൽ അമ്പലത്തിൽ പൂജയുടെ കാര്യങ്ങളൊക്കെ അച്ഛമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പതിവ് പോലെ തന്നെ രേവതിയെ പണിയെടുപ്പിക്കുന്ന ചന്ദ്രയെ കൊണ്ട് അച്ഛമ്മ നന്നായിട്ട് മുട്ടം പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ വർഷയാണെങ്കിൽ അച്ഛമ്മയ്ക്ക് ചെറുതായിട്ട് എരിപിരിയൊക്കെ കയറ്റി കൊടുക്കുന്നുണ്ട്. എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും രേവതി ചേച്ചിയെ അവിടുന്ന് പണി ചെയ്യിപ്പിക്കുക എന്നല്ലാതെ ആന്റി മേലാണെങ്കിൽ ഒരു കാര്യവും ചെയ്യില്ല. സ്നാക്സും ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കുക ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടും ഫോൺ ചെയ്യുന്നു. എന്നിട്ട് വായിൽ എപ്പോഴും കുറുമുറുന്ന് ഓരോന്ന് ചവച്ചുകൊണ്ട് നടക്കുവാണ്. അച്ഛമ്മ ജസ്റ്റ് ആന്റിക്കിട്ട് നല്ല പണി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓ അങ്ങനെയാണല്ലേ. രേവതി ചേച്ചിയെ ജോലി എടുപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് അങ്കിള് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അങ്കിളിനെയും ചീത്ത വിളിക്കുന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഓഹോ, അവള് അങ്ങനെയാണല്ലേ ചെയ്യിപ്പിക്കുന്നത്, എന്നാ അവളുടെ അഭ്യാസം നിന്ന് നിർത്തി തരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ജോലിക്കാരെ എല്ലാരും വിളിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആണോ എന്ന് അതിലൊരാൾ ചോദിക്കുകയാണേ. അതെന്തായിട്ട് നീ ഒരു സംശയമുള്ളത് പോലെ ചോദിക്കുന്നത്? ചന്ദ്ര, ഇവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നീ ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ കൊണ്ട് നിർബന്ധിച്ച് അവിടുന്ന് ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അച്ഛമ്മ. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് അമ്പലത്തിലെ പൂജയുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അച്ഛമ്മ. ഒന്നും കൂടി പറഞ്ഞ് ഇനി എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഇവരുടെ കുടുംബക്ഷേത്രം ഏതാന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയില്ല കേട്ടോ. അതേ കുടുംബക്ഷേത്രത്തിലേക്ക് തന്നെയാണ് ശ്രുതിയുടെ അമ്മ വിമല ബലിയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഏർപ്പാടാക്കിയിരിക്കുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ചേർന്ന് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു ഭ്രാന്തനെ പോലത്തെ ഒരാൾ കേട്ടോ സച്ചിയുടെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ രേവതിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഭാവമൊക്കെ കാണുമ്പോഴേക്കും രേവതിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും സച്ചിയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നതിൽ കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ അയാൾ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ആരെ വിളിച്ചിട്ടും കാര്യമില്ല,
ഇങ്ങനൊരു ഈ ഒരു അവസ്ഥയില് നിന്റെ വിളി ദൈവം പോലും കേൾക്കില്ല എന്നൊക്കെയാണ് കേട്ടോ രേവതി എടുത്ത് പറയുന്നത്. അങ്ങനെ രേവതിക്ക് അയാളുടെ സംസാരം ഇതൊക്കെ കേട്ടിട്ട് എന്തോ ഒരു ഭയം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ നല്ലതല്ല ചീത്തത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു, നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്, പോ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഭ്രാന്തനാണെന്ന്. പക്ഷെ അയാൾ പറയുന്ന കാര്യം സത്യമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രേവതി ഭയന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ കാര്യം അന്വേഷിക്കുമ്പോൾ സച്ചി അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി കേൾക്കുമ്പോഴേക്ക് രേവതിക്ക് ഭയങ്കര ടെൻഷനാവാണ്. ആ ടെൻഷനിലൂടെ തന്നെയാണ് രേവതിയുടെ അന്നേ ദിവസം കഴിഞ്ഞു പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ പൂജയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ശ്രുതിയുടെ അമ്മ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളെല്ലാം റെഡിയാണ്, നീ പെട്ടെന്ന് വന്നാൽ മതി എന്ന് ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കള്ളം പറയാൻ നല്ല മിടുക്കിയാണല്ലോ, അതുകൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവള് വേഗം വരുമെന്ന് അച്ഛമ്മയുടെ അടുത്തൊന്നും പറയാൻ നിൽക്കുന്നില്ല. ചന്ദ്രയും അതുപോലെ തന്നെ സുധിയെയും പറഞ്ഞ് തിരിപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പോയി വേഗം തന്നെ അമ്പലത്തിൽ എത്തുന്നുണ്ട്. ആ അമ്പലത്തിലാണ് ഇവര് പൂജയ്ക്ക് വേണ്ടി വരുന്നതെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും അമ്മയാണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വിമലയും ആദിയും ശ്രുതിയും എല്ലാവരും കൂടി ബലിവിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അതേസമയം സച്ചിയും രേവതിയും കുടുംബാംഗങ്ങളെല്ലാവരും മറുവശത്ത് ഇവര് കൊളക്കരേന്റെ അവിടെയാണ് ബലിയിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. എന്നാൽ അമ്പലത്തിന്റെ ആ ഒരു സ്ഥലത്താണ് പൂജയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും അതേ സമയം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. രേവതിയുടെ അടുത്തല്ല, അവിടെ ആരുടെങ്കിലും കൊണ്ടുവരാനാ പറയുന്നത്. അപ്പൊ രേവതി പറയുന്നുണ്ട് താൻ പോയിട്ട് എടുത്തോണ്ട് വന്നോളാം എന്ന്. അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ രേവതിക്ക് ഒരു പ്രത്യേക താല്പര്യമാണല്ലോ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ താൻ എടുത്തോണ്ട് വരാ എന്ന് പറയുന്നുണ്ട്. വർഷ കൂടെ വരാ എന്ന് പറയുമ്പോൾ വേണ്ട വർഷ നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് എടുത്തോണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് രേവതി ഒറ്റയ്ക്കാണ് കുളക്കരയിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ സമയത്താണ് അവിടെ ഇരുന്നു കൊണ്ട് ബലിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബലിയിടാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണല്ലോ ആർക്കാണ് ആരൊക്കെയാണ് ഇത് എന്നുള്ള കാര്യം. അങ്ങനെ വിമല പറയാണ്, ഇതെന്റെ മോള് കല്യാണി, ഇത് ഇവളുടെ മകൻ ആദി എന്ന്. ഇവൻ എന്റെ പേരക്കുട്ടിയാണെന്നും കൂടി നമ്മുടെ വിമല പറയുന്നത് രേവതി അവിടെ നിന്ന് കേൾക്കുവാണ്. ഇത് കേട്ട് രേവതി ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുടമായിട്ടാ പോയിരിക്കുന്നത്. ആ ഷോക്കായിട്ടുള്ള കാര്യം കേട്ട് രേവതി ആണെങ്കിൽ കയ്യിൽ നിന്ന് കുടം താഴേക്ക് കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുടം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് ശ്രുതിയും അതുപോലെ വിമലയും ആദ്യം കൂടി അങ്ങോട്ടേക്ക് നോക്കുന്നത്. അപ്പൊ നിൽക്കുന്നത് നമ്മുടെ രേവതിയെ കണ്ടതും ശ്രുതിയുടെ കൈയും കാലും വിറയ്ക്കുവാണ്. ഒന്നാമത് ശ്രുതി അവിടുന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോയതാണ് എന്നാണ്. എന്നാ അമ്പലത്തിൽ ബലിയെടുക്കുന്നിടത്ത് ശ്രുതിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ശ്രുതി പറഞ്ഞ ആ കാര്യവും കള്ളത്തരം തന്നെയാണ്. ഇവര് പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞല്ലോ ഇത് എന്റെ മകളാണ്, ഇതെന്റെ പേരക്കുട്ടിയാണ്, മകളുടെ മകനാണ് എന്നൊക്കെ. ആ കാര്യം രേവതി കേട്ടു എന്നുള്ള കാര്യം മനസ്സിലാവാണ് ശ്രുതിക്ക്. കാരണം അത് കേട്ടതിന് ശേഷമാണ് രേവതിയുടെ കയ്യിൽ നിന്ന് കുടം പോയത് എന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. ഓരോ തവണ കള്ളം പൊളിയുന്ന സമയത്തും നമ്മുടെ ശ്രുതിയാണെങ്കിൽ പുതിയ പുതിയ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ജയിലിലായിരുന്നു, പിന്നീട് മരിച്ചു എന്നൊക്കെ ആയിരുന്നല്ലോ ആദ്യം കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ഇത് പൊളിഞ്ഞ സമയത്ത് സ്വന്തം അമ്മ അച്ഛനുമായിട്ട് എന്നും അടിയായിരുന്നു എന്നും, അങ്ങനെ അച്ഛൻ അടിച്ചടിച്ച് അമ്മയെ കൊന്നതാണെന്നുള്ള രീതിയിൽ അവള് എല്ലാവരുടെ മുമ്പിലും പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നത്. രേവതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞിട്ടും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. രേവതി നീ എപ്പോഴാ വന്നത്? ഇവരും ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ആദ്യയും വിവലയും നമ്മുടെ രേവതിക്ക് ആദ്യം അറിയാലോ. അപ്പോ അവരെ കണ്ടപ്പോ ഞാനും ചുമ്മാ ഇവിടെ ഇരുന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോഴേക്കും ശ്രുതിയുടെ കാരണം നോക്കിയിട്ട് അത് പൊട്ടിക്കാണ് കേട്ടോ രേവതിയുടെ അടി കൊണ്ട് ശ്രുതിയാണെങ്കിൽ തറയിൽ അങ്ങ് വീഴുന്നുണ്ട്. ഇപ്പോഴും നിന്റെ അഭിനയത്തിന് യാതൊരുവിധ കുറവുമില്ലല്ലോ, മൊത്തം കുടുംബം ഇവിടെ തന്നെയുണ്ട്, എന്നിട്ടും ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നു, നിനക്ക് ഭയങ്കര ധൈര്യം തന്നെയാണ്. വീണ്ടും രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വിമല പറയുന്നുണ്ട്, രേവതി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുകയെന്ന്, നിങ്ങൾ ഒന്നും വേണ്ടി പോവരുത്, നിങ്ങളെ പ്രായത്തിലുള്ള ഒരാൾ ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ? ഇതുകൊണ്ടായിരിക്കുമല്ലേ നിങ്ങൾ ഞങ്ങളെ കാണുന്ന സമയത്തൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്? ആദ്യയുടെ മേൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന സ്നേഹം നിങ്ങൾ മുതലെടുത്തിട്ട് ഞങ്ങളെ എല്ലാവരും പൊട്ടന്മാരാക്കിയല്ലേ? ഇത് കേട്ട ഉടനെ വിമല പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളോട് ക്ഷമിക്കണം രേവതി, എന്റെ മകളുടെ ജീവിതം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ഇത് കേട്ട രേവതി തിരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ മകളുടെ ജീവിതം മാത്രം നന്നായാൽ മതിയോ? അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ നശിച്ചു പോയിക്കോട്ടെ എന്നായിരിക്കുമല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിന്നെ പോലെ ഒരു ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ പേര് പോലും സത്യമല്ല അല്ലേ? നിന്റെ പേര്, നാട് ഒന്നും ശരിയല്ല അല്ലെ? നീയല്ലേ പറഞ്ഞത് നിന്റെ അമ്മ മരിച്ചുപോയിന്ന്? പിന്നെ ഇത് ആരടി നിൽക്കുന്നത്? ജീവനോടിരിക്കുന്ന അമ്മയെ തന്നെ കൊന്നിട്ടല്ലേടി
നീ ഓരോ അഭിനയങ്ങളും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ നീ എന്ത് തരത്തിലുള്ള കള്ളത്തിയായിരിക്കും. ഇവരുടെ കാര്യമൊക്കെ വിട്ടേക്ക്. ഇതാ നിന്റെ മകനല്ലടി നിന്റെ രക്തത്ത് പറഞ്ഞേ. ആ കൊച്ചിനെ തന്നെ അവിടെ ഇവിടെ അലയ വെച്ചിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. നിനക്കൊക്കെ ശരിക്കും മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഇല്ലയോ? ഇനി നിനക്ക് ഇവര് മാത്രമാണോ? ഇനി വേറെ ഭർത്താവും ഉണ്ടോ? അതും മറച്ചു വെച്ചിട്ട് നീ 2 ജീവിതം ജീവിക്കാണോടി? രേവതി അങ്ങനെയൊന്നും പറയരുത്, എന്നെ നാണം കെടുത്തരുതെന്നൊക്കെ പറയുന്നുണ്ടേ. നീ ചെയ്തതിനേക്കാൾ വലിയ നാണക്കേട് എന്താടി ഉള്ളത്? നിന്നെ വിശ്വസിച്ച് എല്ലാവരും നീ പറ്റിച്ചുകൊണ്ടിരിക്കുവല്ലേ? രേവതി, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റ് തന്നെയാണ്. പക്ഷെ എന്തിനാന്ന് വെച്ചെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിർത്തടി. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എപ്പോഴും പറയാൻ വേണ്ടിയിട്ട്. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും കള്ളമാണ്. നീ എന്റെ മുമ്പിൽ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ നീ ജീവിതാവസാനം വരെ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രേവതി, സത്യം തന്നെയാണ്. ഇത് എന്റെ അമ്മയും ഇത് എന്റെ മകനുമാണ്. ഞാൻ എല്ലാവരോടും ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. നിന്നോട് ഒരിക്കലും മറച്ചു വെക്കാനും പാടില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാലെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇനിയും നീ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കാൻ വേണ്ടി ഞാൻ അത്രയും മണ്ടിയൊന്നുമല്ല. അങ്ങനെ രേവതി അങ്ങോട്ട് മറഞ്ഞു നിൽക്കുമ്പോഴേക്കും വിമല വേഗം ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിമല രേവതിയുടെ അടുത്ത് എന്റെ മകൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, ക്ഷമിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ക്ഷമിക്കുന്ന രീതിയിലുള്ള തെറ്റാണോ നിങ്ങളുടെ മകൾ ചെയ്തിരിക്കുന്നത്? എങ്കിലും ഇവളോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല, ഒരു കുടുംബം മൊത്തം അവിടെയുണ്ട്. ഇവളെ എന്റെ അമ്മായിമ്മയുണ്ടല്ലോ തലയിൽ വെറ്റി വെച്ചിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്റെ അമ്മായപ്പനാണെന്നുണ്ടെങ്കിൽ ഇവളെ സ്വന്തം മകളെ പോലെയാണ് കണ്ടത്. എല്ലാം ശരി തന്നെയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കള്ളങ്ങളൊക്കെ പറഞ്ഞത്. അവള് ചെറുപ്പത്തിൽ അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിന് തലവെച്ച് കൊടുക്കേണ്ടി വന്നു. അതിൽ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മകള് 2ാമത് കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് ആൾക്കാർ ഇതുപോലെ കല്യാണം കഴിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ഒരു കുഞ്ഞുണ്ടെന്ന് മാറി എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ചെയ്തത്. അതേ സ്ഥാനത്ത് സത്യങ്ങളെല്ലാം അവള് കല്യാണത്തിന് മുമ്പേ തുറന്ന് പറയേണ്ടതായിരുന്നു. അതേപോലെ നാടകം കളിക്കുന്നത് പോലെ പുതിയ പുതിയ വേഷങ്ങൾ ഇട്ടിട്ട് വേണം ഇവൾക്ക് ഓരോ ജീവിതങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അന്ന് നീ പണക്കാരിയല്ല എന്നുള്ള സത്യം പുറത്തു വന്നപ്പോ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ അടുത്തും തുറന്നു പറയണമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. അതിന് പകരം എല്ലാവരും കള്ളം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കഥയുണ്ടാക്കി പറ്റിച്ചു. അച്ഛനെ പോലെ നല്ലൊരു മനുഷ്യനെ എന്ന് നീ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ നീ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നിന്റെ സത്യങ്ങളെല്ലാം പുറത്തു വന്നത്. ഇന്നത്തോടു കൂടി നിന്റെ ഈ അഭിനയത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വലിച്ചഴിച്ചിട്ട് എല്ലാവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകാനുണ്ടോ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത കള്ളത്തരവും പൊളിയുമാണ്. ഇനി എന്തായാലും ചന്ദ്രമതി ശ്രുതിയെ ആ വീട്ടിൽ കയറ്റില്ല, അത് ഉറപ്പിച്ച കാര്യമാണ്.